ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അമൃതം പൊടി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ചൈന ഗ്രാസ് ഒന്നിന്റെ ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ, അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ പുഡിംഗ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനൊരു മിക്സ്ഡ് ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് എടുത്തേക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ അമൃതം പൗഡർ ആണ്. അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കാം. 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ നമുക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് പൈനാപ്പിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈനാപ്പിൾ ഉള്ളൂ, വാനില എസൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈനാപ്പിളിൻ്റെ എസൻസ് ആണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പാല് ചേർക്കാം കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഞാൻ ചേർക്കാണ്. ഫ്രിഡ്ജിൽ ഇരുന്നതാണെങ്കിൽ കുറച്ച് നേരത്തെ മുന്നേ നമ്മൾ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്. മെഷർമെന്റ് കപ്പ് സാധാ ഗ്ലാസിന്റെ അളവ് തന്നെയാണ്. ഇനിയിപ്പോൾ ലിറ്റർ പറയുകയാണെങ്കിൽ 1/2 ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ 1/4 ഗ്ലാസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് നമ്മുടെ പഞ്ചസാരയുടെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളത് കളറാക്കി എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞിട്ട് നമ്മുടെ ടേസ്റ്റ് മാറും, പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിത് ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ പാത്രം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കണം. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ സാധാ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്. അപ്പം ഞാനത് പാത്രം ഇവിടെ നേരത്തെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടിയായിട്ട് പോകും. അപ്പം അതേ ചെറുതായിട്ട് ഇവിടെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മളിത് ശരിക്കും ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കളർ മാറും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഒരു ടേസ്റ്റ്, കരിഞ്ഞ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ, കാരണം കളറായിട്ടുണ്ട്. നമ്മളിത് ഈ സ്റ്റീൽ പാത്രത്തിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മളിത് ഇവിടെ കാരമലൈസ് ചെയ്തത് ഇതിലൊഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉറച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം തന്നെ നമ്മളിങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ അടിച്ചെടുത്ത ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമോ അല്ലെങ്കിൽ സ്റ്റീമർ മാത്രം ഉള്ളതോ എങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അതിലോട്ട് വെക്കാം. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുക്കറിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെക്കുക, അല്ലെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം വെക്കുക, എന്നിട്ട് സ്റ്റാൻഡ് വെക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് നമ്മൾ പുഡിങ് എടുത്ത് വെക്കുക. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ തന്നെ മൂടി വെച്ച് കൊടുക്കാണ് കേട്ടോ. ഇനി ഇതിവിടെ ഇരുന്ന് സ്റ്റീം ആവട്ടെ. ഒരു 25 മിനിറ്റോളം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. കുക്കറിലാണ് വെക്കണമെങ്കിൽ നമ്മൾ മൂടി വെക്കുമ്പോൾ വെയിറ്റ് ഇടരുത്, വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇനി ഇതൊരു 25 മിനിറ്റ് വരെ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം.
ബാക്കിയുള്ളതും കൂടെ നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയ പാത്രമാണെങ്കിൽ നമ്മൾക്ക് 2 പാത്രത്തിന് ആവശ്യം വരുന്നില്ല, ഒരു പാത്രത്തിൽ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുഡിങ് ഫുള്ള് ഒഴിച്ചു കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറയത്തുള്ളൂ, കൂടുതലില്ല. അപ്പോൾ ഞാൻ ദേ ഇവിടെ മറ്റൊരു പാത്രത്തിലും കൂടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടാണ് ഇത് ഒഴിക്കണമെങ്കിൽ അമൃതം പൗഡറൊക്കെ അടിയിലായിട്ട് അടിഞ്ഞുകൂടും. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് ആവത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പുഡിങ്ങും നമുക്ക് അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 25 മിനിറ്റോളം നമുക്ക് ആവി കയറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുഡിങ് റെഡി ആയെന്ന് അറിയാനായിട്ട് നമ്മൾ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. അങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് ആ ഒരു കത്തിയുമ്പോൾ അതിൻ്റെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അർത്ഥം. നമ്മൾ കുത്തി നോക്കണം, അല്ലെങ്കിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും, ഇത് കുക്കായിട്ടില്ല, വെന്തിട്ടില്ല എന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്ത് നോക്കിയിട്ട് അത് മാവ് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് കറക്റ്റാണ്. എന്നിട്ട് നമ്മളിത് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ജസ്റ്റ് ഒന്ന് തണുപ്പിക്കുമ്പോൾ കുറച്ചും കൂടെയും ആ ഒരു സോഫ്റ്റ്നെസ് മാറിയിട്ട് കുറച്ച് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. കറക്റ്റ് ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ തന്നെയാണ് നമുക്കതിന് കിട്ടുക. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, അമൃതം പൊടി വെച്ചിട്ടാണ് ചെയ്തതെന്ന് ഒരാളും പറയത്തില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.